ബലിതർപ്പണം. കാളിയാർ മൂഴി ശ്രീ രക്തചാമുണ്ഡി ദേവി ക്ഷേത്രം, മുണ്ടേല കരയിൽ കൊണ്ട് ബലിതർപ്പണം. ഭാര്യമാരായിട്ടുള്ള സ്വാഹായും ശുദ്ധായും നിത്യമേവ നമോ നമ. അനാദി നിധനോ ദേവാശങ്കചക്രഗദാധരാക്ഷയ പുണ്ടരീകാക്ഷ പ്രേതമുക്തി പിതൃമുക്തി പ്രതിദ്ഭവ. പിതൃന് മുക്തി. പ്രത്യാഹ ആശ്രിതാഹ ദേവദാശ മിത്രാണി സഖ്യാശ. ഗർഭത്തിലെ തന്നെ മരിച്ചു വിട്ട ആൾക്കാര് ജ്ഞാതാജ്ഞാത കുല എന്റെ അറിയപ്പെടുന്നു. എന്നിൽ നിന്നും ചിഹ്നമായി പോയിട്ടുള്ള കോടിക്കുലങ്ങൾ ഉണ്ടെങ്കിലും, അതായത് ഭൂലോകം മുഴുവനും ജനിച്ച് മരിച്ചിട്ടുള്ള ആൾക്കാരും അവർക്ക് വേണ്ടിയിട്ട് ഈ പിണ്ടം ഞാൻ സമർപ്പിക്കുന്നു എന്ന് സങ്കല്പിച്ചു. ഓം വിച്ഛിന്നാം കുലകോടീനാം യതിരേഷാം ന വിദ്യതേ മമ ധർമ്മപിണ്ഡം നഹി മയാ ദത്തോ അക്ഷയം ഉപനി താനീ താനി വിനിശ്യന്തി പ്രദക്ഷിണ പദേ പദേ. 7 ജന്മത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള സർവപാപങ്ങളിൽ നിന്നും മുക്തി വരണമെന്ന് തൊഴുതു പ്രാർത്ഥിച്ച് പണ്ട് ശിവൻ അങ്കിരസ മഹർഷിമാരുടെ യാഗത്തിലിരിക്കുമ്പോ ദക്ഷൻ ചീത്ത വിളിക്കുമ്പോ കുറച്ചുപേര് ആ ദക്ഷന്റെ കൂടെ നിന്ന് പരിഹസിച്ചു. ഇയാളിങ്ങനെ താടി കുടിക്കാൻ ചിരിച്ചു. ആ താടി വളർത്ത വീരഭദ്രസ്വാമികൾ ശിക്ഷിക്കും. ഇതിനനുസരിച്ച് നമ്മുടെ നദീശ്വര സ്വാമി പ്രവർത്തിക്കും. ഒരാൾ പല്ലിടിച്ച് കാണിച്ചു, 2 ഇടിക്ക് പല്ല് സെറ്റ് ഊരിയെടുത്തു. ഒരാള് കണ്ണ് കൊണ്ട് ആ കണ്ണിനെ അങ്ങോട്ടും ഇങ്ങോട്ടാക്കി. അങ്ങനെയാണെങ്കിൽ മോങ്കണ്ണ് വന്നതെന്നാണ്. ഇങ്ങനെ ആരൊക്കെ ഏതൊക്കെ രീതി പരിഹസിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ അതിന് അനുസരിച്ച് ശിക്ഷ കൊടുക്കുന്നു. ദക്ഷനെ പിടിച്ചു വെച്ച ദക്ഷന്റെ തല വെട്ടാൻ പാടില്ല, യാഗമാണ്, വച്ചു കൊടുത്തു. അതിനാദ്യമായി തല മാറ്റി വെക്കിയ ശസ്ത്രക്രിയ. മനുഷ്യന്റെ തലയുടെ സ്ഥാനത്ത് രാടിന്റെ തല ആർക്ക് വെച്ചു കൊടുത്തു? ദക്ഷിണ വെച്ചു. ഓപ്പറേഷൻ സക്സസ്. കരയാൻ തുടങ്ങി. ആടിനെ പോലെ ആടിന്റെ തല വന്നപ്പോഴാണ് ദക്ഷിണ ബോധം വരുന്നത്. ദക്ഷിണം കൂട്ടരും പിന്നീട് ഭഗവാനെ സ്തുതിക്കുന്ന ഒരു സ്തുതി അവിടെ ആദിനാരായണൻ പ്രകടമാവും. ആ സ്തുതിക്ക് ശേഷം ഭഗവാൻ അവർക്ക് ഭഗവാൻ വിഷ്ണു നാരായണൻ കൊടുക്കുന്ന ചില അറിവുകൾ അത് നമുക്ക് ശരിക്കും പഠിക്കണം. കാരണം നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ ഒരു യുക്തി പലതും മനസ്സിലാക്കി. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. 7 അധ്യായം ഞാൻ പറഞ്ഞു. 50, 51, 52 അവിടെ അഹം ബ്രഹ്മാസ്യ സർവസ്യ ജഗതകാരണം ആത്മേശ്വര ഉപദൃഷ്ട സ്വയം അവിശേഷം. ശ്രദ്ധിക്കാം. നമ്മുടെ ഹിന്ദു മതത്തെ വിളിക്കുന്ന പേര് ശരിക്കും അതിന്റെ പേര് അദ്വൈതം എന്നാണ്. ഈ അദ്വൈത ഹിന്ദുമതത്തിന്റെ തന്നെ ഒരു സിസ്റ്റർ വിളിച്ച് നമുക്ക് പറയാവുന്നതാണ് ബുദ്ധമതം, ജൈനമതം, സിഖ് മതം. അതുകൊണ്ട് ബുദ്ധ, സിഖ്, ജൈന അടിസ്ഥാനം ഹിന്ദുമതം തന്നെയാണ്. ബുദ്ധമതവും ഹിന്ദുമതവും വേറെയാണ്. ആശയങ്ങളെല്ലാം ഒന്നാണ്. ജൈനമതത്തിന്റെയും ഹിന്ദുമതത്തിന്റെയും ആശയവും അതുപോലെ തന്നെ സിഖ് മതത്തിന്റെയും അതിന് വ്യത്യാസം. ആശയം അദ്വൈതം. എന്ന് പറഞ്ഞാൽ നിഷേധമാണ്. അരൂപം. അരൂപം എന്ന് പറഞ്ഞാൽ രൂപമില്ലാത്ത, രൂപമല്ലാത്തതൊക്കെ അർത്ഥമെടുക്കാം. അദ്വൈതം എന്ന് പറഞ്ഞാൽ ദ്വൈതം എന്ന് പറഞ്ഞാൽ 2 എന്നതൊന്ന് ഇല്ലാത്ത, 2 ഇല്ലാത്ത. എന്താണ്? 2 ഇല്ലാത്ത.
അപ്പൊ എന്താണ് ഈ രണ്ട് എന്ന് പറയണം. അപ്പൊ മനസ്സിലാക്കണം, ഈ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളുണ്ട്. നിരീക്ഷകനും നിരീക്ഷിക്കപ്പെടുന്നതും, കാണുന്നവനും കാണപ്പെടുന്നതും, അറിയുന്നവനും അറിയപ്പെടുന്നതും അല്ലെങ്കിൽ അനുഭവങ്ങൾ. ഈ രണ്ടെണ്ണം, അറിയുന്നവൻ അനുഭവപ്പെടുന്നത് ലോക അനുഭവങ്ങൾ, പല ലൗകിക അനുഭവം. ഈ കാണുന്ന ശരീരം ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് പലതിന്റെയും സപ്പോർട്ടിലാണ്. അപ്പൊ നിങ്ങളുടെ ദേഹം നിൽക്കുന്നത് അഗ്നി ചൂടുന്നതിന്റെ സപ്പോർട്ടിലാണ്. ഈ ചൂടങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വെച്ചിട്ടുണ്ട്, ഗർഭം കൊണ്ട് കെട്ടിയുമുണ്ട്. അതെടുത്ത് പവിത്രം പാവനാശാന, പാവങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ആയുസ്സും തേജസ്സും വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് പിതൃശ്രാദ്ധം, പിതൃവിൻ്റെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ഈ കർമ്മം ഞാൻ നിർവഹിക്കുന്നു എന്ന് സങ്കല്പം ചെയ്ത് പവിത്രം വലത് കൈയുടെ മോതിര വിരലിലേക്ക് ധരിക്കും. പവിത്രം വലത് കൈയുടെ മോതിര വിരലിലേക്ക് ധരിക്കണം. പവിത്രം പാപനാശാനാം ആയുർ തേജോ ബലം സൗഖ്യം പിതൃ ശ്രാദ്ധ ക്രിയാമഹം പവിത്രം ധാരണം നമ. അനന്തരം ദർഭ തന്നിട്ടുണ്ട്. ദർഭ എടുത്ത് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് മഹാവിഷ്ണുവിനെ ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചിട്ട് ഗണപതിയെ പ്രാർത്ഥിച്ചിട്ടും വെളുത്ത ആകാശത്തിന്റെ വർണ്ണത്തോടു കൂടിയതും ചന്ദ്രന്റെ വർണ്ണത്തോടു കൂടിയതും 4 കൈകളോടും കൂടിയതും പ്രസന്നവദനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് സങ്കല്പം ചെയ്തു. ഓം ശുക്ലാം വരദരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയിൽ. ഗർഭയെടുത്ത് 2 പകത്ത് ഇടത് കൈയിലിരിക്കുന്ന ദർഭ വലത് ചെവിയിലും വലത് കൈയിലിരിക്കുന്ന ദർഭ ഇടത് ചെവിയിലും വയ്ക്കും. കൈ ക്രോസായിട്ട് പിടിച്ച് ഓം അസ്മാകം വംശേ മൃദാന, എൻ്റെ കുടുംബത്തിൽ മരിച്ചു പോയിട്ടുള്ളത്, എൻ്റെ വംശത്തിൽ മരിച്ചു പോയിട്ടുള്ളത്, പിതൃത്വം പ്രാപ്താന, പിതൃത്വം പ്രാപിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് പിതൃപിതാമഹ, പിതൃവിൻ്റെ അപ്പൂപ്പൻ, പ്രപിതാമഹ്യാദീന, അവരുടെ അപ്പൂപ്പൻ, മാതൃമാതാ മഹാമാതൃപിത, മാതൃമാതാ അമ്മയുടെയും വംശത്തിലും അച്ഛൻ്റെ വംശത്തിലും ജനിച്ച് മരിച്ചു പോയിട്ടുള്ളതുമായിട്ടുള്ള ആൾക്കാർ, ഉഭയകുലാദീനാം, 2 കുലത്തിലുള്ളതും, ജ്ഞാതാജ്ഞാദീനാം അക്ഷയ പുണ്യലോകപ്രാപ്ത്യർത്ഥം വർഗദ്വയേ പിതൃ സർവാംഗ ഭൂതാനാം സർവാംഗ അക്ഷയ പുണ്യലോകപ്രാപ്ത്യർത്ഥം വർഗദ്വയേ പിതൃ ഉദ്ദേശ്യ ശ്രാദ്ധ ഭൂത തർപ്പണ പിണ്ടബലിദാനം അഹം കരിഷ്യേ എന്ന് ജപിച്ച് തുടയിലേക്ക് വെച്ച് പിടിച്ച് ഓം ശ്രീമത് മഹാപുരുഷസ്യ വിഷ്ണുരാജ്ഞോ പ്രവർത്തമാനസ്യാം ആദിബ്രഹ്മണോ ദുരിവരാർത്ഥേ സ്വേകവരാഗകൽപേ വൈവശ്വതാമന്വന്തരേ കലിയുഗേ പ്രഥമപാദേ ജംബുദ്ദീപേ ഭാരതവർഷേ ഭാരതഖണ്ഡേ കൃഷ്ണ ഗോദാവര്യാം ദക്ഷിണപാർശ്വേ അസ്മിൻ മമ ദാസ ഭൂതാഹ ഭാരതവർഷേ ഭാരതഖണ്ഡേ ജംബുദ്വീപേ ദണ്ഡാരണ്യദേശേ ഗോദാവര്യാം ദക്ഷിണപാർശ്വേ നാമസംവത്സരേ ക്രോധിനാമസംവത്സരേ ദക്ഷിണായനെ വസന്തഋതോ കർക്കടകമാസോ മന്ദവാരേ പുഷ്യനക്ഷത്രേ അമാവാസ്യാം പുണ്യതിഥോ ഏവം ഗുണേന വിശേഷേണ വിശേഷാണാം ആത്മപുരാണ ഫലപ്രാപ്ത്യർത്ഥം ബലിദാനം അഹം കരിഷ്യേ. മുന്നിലിരിക്കുന്ന തുമ്പലയിലേക്ക് വയ്ക്കും. വച്ചതിന് ശേഷം പച്ചരി, പൂവ്, എള്ള് ഇവ കൂട്ടിയെടുക്കും. പച്ചരി, പൂവ്, എള്ള് ഇവ കൂട്ടിയെടുത്ത് മരിച്ചുപോയ പിതൃവിന്
പ്രത്യക്ഷത്തിൽ അറിയാമെങ്കിൽ ആ പിതൃവിൻ്റെ രൂപം മനസ്സിൽ സങ്കല്പം ചെയ്യാം, നക്ഷത്രം സങ്കല്പം ചെയ്യാം, പേര് സങ്കല്പം ചെയ്യാം. അങ്ങനെ സങ്കല്പം ചെയ്ത് നന്നായി പ്രാർത്ഥിച്ചിട്ട് കുശപൃഷ്ടോസി ബ്രഹ്മണാ നിർമ്മിതം പുരാപിണ്ഡസ്ഥാനെ ഗർഭാസനം നമ. നന്നായി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വച്ച ഗർഭയുടെ മുകളിലേക്ക് സമർപ്പിക്കും. വീണ്ടും പൂവ്, ചന്ദനം, അക്ഷതം ഇവ കുട്ടിയെടുക്കും. പൂവ്, ചന്ദനം, എള്ള് ഇവ കുട്ടിയെടുക്കും. പൂവ്, ചന്ദനം, എള്ള് ഇവ കുട്ടിയെടുക്കും. പൂവ്, ചന്ദനം, എള്ള് ഇവ കുട്ടിയെടുത്ത് അമ്മയുടെ വംശത്തിലും അച്ഛൻ്റെ വംശത്തിലും ജനിച്ച് മരിച്ചു പറ്റുള്ള ആൾക്കാരെ ഞാൻ ആവാഹിക്കുന്നു. അതിലേക്ക് വരാൻ അതീതകുലേഷാം ഗതിരേഷാം ന വിദ്യതേ ആവാഹയഷ്യേ താൻ സർവാൻ കുശോപുത്രോതിലോകരേ മാതാം അതീതകുലേഷാം ഗതിരേഷാം ന വിദ്യതേ ആവാഹയഷ്യേ താൻ കുശോപുഷ്ട്രോതിലോദകൈഃ. വീണ്ടും ഗർഭയുടെ മുകളിലേക്ക് സമർപ്പിക്കുന്നു. പിണ്ഡം 5 ഭാഗിക്കാൻ കണക്കാക്കി ഒരു പിണ്ഡം എടുക്കണം. അത്രയും 5 പിണ്ഡമാക്കണം നമുക്കതിൽ. അങ്ങനെ കണക്കാക്കി അതിൽ നിന്നും ഒരു പിണ്ഡം എടുക്കണം. എടുത്തതിന് ശേഷം ബ്രഹ്മ ഭുവനാലോക ലോകത്തേക്ക് പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് പിതൃവംശത്തിൽ ജനിച്ചിട്ടുള്ള ആൾക്കാർ, പിതൃവംശ മാതൃസ്ഥത, മാതാവിൻ്റെ വംശത്തിലും അങ്ങനെ തന്നെ അസ്മിൻ മമദാസഭൂത, എൻ്റെ ദാസന്മാരായിട്ടുള്ള ആൾക്കാർ, ഭൂതഗണങ്ങൾ, സേവകന്മാർ, മിത്രാണി മിത്രങ്ങൾ, സഖ്യാച്ച കൂട്ടുകാർ, പശ്ചാച്ച പക്ഷുക്കൾ, വൃക്ഷലതാദികൾ, വൃക്ഷാജ സ്പരിശാജ ഒരു പ്രാവശ്യം തൊട്ടിട്ടുള്ള ആൾക്കാർ, ദുഷ്ടാജ കണ്ടിട്ടുള്ള ആൾക്കാർ, കൃതോപകാരായ കഴിഞ്ഞ ജന്മങ്ങൾ എനിക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുള്ള ആൾക്കാർ, ജന്മജന്മാന്തരേ മമ സംഗമാശ തേഭ്യ സ്വാധാ പിണ്ഡം ദദാമ്യം. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പിണ്ഡം സമർപ്പിക്കുന്നതെന്ന് സങ്കല്പം ചെയ്ത് നന്നായി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വച്ച ദർഭയുടെ മുകളിലേക്ക് സമർപ്പിക്കും. തുമ്പുരയിൽ വച്ച ദർഭയുടെ മുകളിലേക്ക് സങ്കല്പം ചെയ്യും. വെക്കൂ. അടുത്ത പിണ്ഡം എടുക്കൂ. അടുത്ത പിണ്ഡം എടുത്ത് പിതൃവംശത്തിൽ മരിച്ചുപോയിട്ടുള്ള ആൾക്ക് മാതൃവംശത്തിൽ മരിച്ചുപോയിട്ടുള്ള ആൾക്കാർ, ഗുരുശിക്ഷിത ബന്ധുവിനാം ഗുരുവിൻ്റെയും ബന്ധുക്കളുടെയും ഭാര്യയുടെയും ബന്ധുക്കളായി മരിച്ചുപോയിട്ടുള്ള ആൾക്കാർ, മേ കുലേലുബ്ധ പിതൃ ജീവിച്ചിരുന്ന അടുത്ത സമയത്തോ ഞാനോ കുലത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ, പുത്രധാരാവിവർജിത പുത്രന്മാരില്ലാത്ത ആൾക്കാരുണ്ടെങ്കിലോ, പ്രിയാലോപഹസ്താശി ഈ പിതൃവ് ജീവിച്ചിരുന്ന സമയത്ത് പിതൃവിന് എന്തെങ്കിലും ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ, വിരൂപന്മാരായ ആൾക്കാരോ, ആമഗർഭാശ ഗർഭത്തിലിരുന്ന് മരിച്ചു പോയിട്ടുള്ള ആൾക്കാർ, ജ്ഞാതേ എൻ്റെ അറിവിൽപ്പെടുന്നതും അറിവിൽപ്പെടാത്തതുമായിട്ടുള്ള ആൾക്കാർ, ധർമ്മപിണ്ഡം മയാദത്വം അക്ഷയമുപനിക്ഷതു, ഈ പിണ്ഡം ഞാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് സമർപ്പിക്കുന്നുവെന്ന് സങ്കല്പം ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് വയ്ക്കും. പിതൃവംശേമതായേജ മാതൃവംശേ തദൈവ ഗുരുശുചിരബന്ധൂനാം ച അന്യബാന്ധവാത്തെ കുലേ ലുബ്ധപുത്രധാരാവർഗ ക്രിയാലോപാസ്വാസ ജാതന്തോ പുങ്കവാസ്ത വിരൂപ ആമഗർഭാചനാഥകുലേ മമധർമ്മപിണ്ഡം അക്ഷയം ഉപരക്ഷതു. അടുത്ത പിണ്ഡം എടുത്തു. ബന്ധുക്കളായി മരിച്ചു പോയിട്ടുള്ള ആൾക്കാർ അടുത്ത മുമ്പുള്ള ജന്മത്തിൽ എപ്പോഴെങ്കിലും എൻ്റെ ബന്ധുക്കളായി ജനിച്ച് മരിച്ചു പോയിട്ട് മോക്ഷം കിട്ടാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ പിണ്ഡം സമർപ്പിക്കുന്നുണ്ട്. ഏ ബന്ധോ അന്യജന്മ ബാന്ധവ തേഷാം ഉദ്ധാരണാർത്ഥായ ഇദം പിണ്ഡം ദദാമ്യഹം. അടുത്ത പിണ്ഡം എടുക്കൂ. ഇനി ഒരു പിണ്ഡം എടുത്തതിന് ശേഷം ഒരു 3 പ്രാവശ്യം നമുക്ക് അതിലേക്ക് വെക്കേണ്ടതുണ്ട്. അതനുസരിച്ചിട്ട് ആ പിണ്ഡം എടുക്കും. വിച്ഛിന്ന
കുലകോടീനാം യേഷാം ജദാകുലേ ധർമ്മപിണ്ഡം മയാ ദത്തോ അക്ഷയം ഉപനിക്ഷതു ഇതം പിണ്ഡം ദദാമ്യഹം. സങ്കല്പം ചെയ്ത് കോടിക്കുലങ്ങൾ പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ അവരുടെ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ട് സ്വർഗലോകത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഈ പിണ്ഡം ഞാൻ സമർപ്പിക്കുന്നുവെന്ന് സങ്കല്പം ചെയ്യണം. സ്വർഗലോകം എന്നൊരു ലോകം ഭാരതീയ സംസ്കാരത്തിലില്ല. അതൊരു അവസ്ഥയാണ്. അതിലേക്ക് പോകണം എന്ന് സങ്കല്പം ചെയ്യും. പിണ്ഡാനാം ഉപരിപിണ്ഡാർത്ഥം ശേഷപിണ്ഡം ദദാമ്യഹം വയ്ക്കും. വച്ചതിന് ശേഷം ബാക്കി കുറച്ച് ചോറ് അതിരിക്കുന്നതിന് പകുതി ചോറെടുത്ത് പ്രദക്ഷിണമായി ആ പിണ്ഡത്തിന്റെ ചുറ്റിലും വിതറിയിടും. പിണ്ഡദാമ്യഹം. വീണ്ടും കൈ കഴുകി എള്ളും വെള്ളവും കൂട്ടിയെടുക്കൂ. കൈ കഴുകി എള്ളും വെള്ളവും കൂട്ടിയെടുക്കൂ. കോടിക്കുലങ്ങളും സപ്തദ്വീപ നിവാസേന 7 ദ്വീപിലും 7 ഉപദ്വീപിലും ബ്രഹ്മലോകത്തും പ്രാപിക്കാൻ വേണ്ടിയിട്ടും ദേവന്മാരും ഋഷിമാരും പിതൃക്കളും ഒക്കെ തൃപ്തിയാവണമെന്ന് സങ്കല്പം ചെയ്തും വെള്ളവും എള്ളും കൂട്ടി പിണ്ഡത്തിന്റെ മുകളിലേക്ക് ഒഴിച്ചുകൊണ്ടിരുന്നു. ഓം അതീതകുലകോടീനാം സപ്തദ്വീപ നിവാസീനാം അബ്രഹ്മണാൻ ഭുവനാലോകാനിതമസ്തുതിലോദകം അബ്രഹ്മസ്തം പര്യന്തം ദേവ ഋഷി പിതൃ മാനവാഹ തൃപ്തിയന്തോ പിതൃ സർവേ മാതൃമാതാ മഹാദയ മാർജേതാം പിതൃപ്രേതാഹ. കൈ കഴുകി അരി, നെല്ല്, പൂവ്, ചന്ദനം, ജലം. അരി, നെല്ല്, പൂവ്, ചന്ദനം, ജലം ഇവ കൂട്ടിയെടുക്കൂ. അരി, നെല്ല്, പൂവ്, ചന്ദനം, ജലം ഇത്രയും കൂട്ടിയെടുത്തതിന് ശേഷം അലങ്കാരണാർത്ഥം അക്ഷതം നമ പിണ്ഡത്തിന്റെ മുകളിലേക്ക് സമർപ്പിക്കും. ചന്ദനം എടുത്ത് പിണ്ഡത്തിന്റെ മുകളിലേക്ക് സമർപ്പിക്കൂ. വിലേപനാർത്ഥം ഗന്ധം നമാം. ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിന്റെ ഒരു നൂലെടുത്ത് നനച്ച് പിണ്ഡത്തിന്റെ മുകളിലേക്ക് സമർപ്പിക്കൂ. വസ്ത്രാർത്ഥം സൂത്രം നമാം. നിവേദ്യാർത്ഥം കൃസരം നമ. ബാക്കി ഇരുന്ന ചോറുണ്ടല്ലോ, ചോറെടുത്ത് പിണ്ഡത്തിന്റെ മുകളിലേക്ക് സമർപ്പിക്കൂ. മാല്യാർത്ഥം തിലം നമ. എള്ളിട്ട് കഴിഞ്ഞാൽ തത്ര ഗന്ധ, ചന്ദനം, പുഷ്പ, പൂവ്, ധൂപദീപ നിവേദ്യ ദക്ഷിണ സർവോപചാരാൻ സമർപ്പയാമി. സർവോപചാരങ്ങളും സമർപ്പിച്ചു എന്ന് സങ്കല്പം ചെയ്ത് തൊഴുത് പ്രാർത്ഥിച്ച് കർപ്പൂര നീരാഞ്ജനം ദർശയാമി. ദേവദേവാ നമോസ്തുതേ പ്രസന്നവരദാ ഭൂയാത് വിശ്വമംഗളകാരക. വിശ്വമംഗളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് നിന്ന് പ്രദക്ഷിണം ചെയ്ത് ഞാൻ ചെയ്തിട്ടുള്ള 7 ജന്മത്തിൽ ചെയ്തിട്ടുള്ള സർവപാപങ്ങളിൽ നിന്നും മുക്തി വരണമെന്ന് സങ്കല്പം ചെയ്യണം. യാനി യാനി ജ പാവാനി ജന്മാന്തരകൃതാനി ജ താനി താനി വിനിശ്യന്തി പ്രദക്ഷിണപദേ പദേ. യാനി യാനി ജ പാവാനി ജന്മാന്തരകൃതാനി ജ താനി താനി വിനിശ്യന്തി പ്രദക്ഷിണപദേ പദേ. പൂവെടുത്ത് ശിവലോകത്തേക്ക് പ്രേത പിതൃക്കൾ പ്രാപിക്കണമെന്ന് സങ്കല്പം ചെയ്ത് ശിവം ശിവകരം ശാന്തം
ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. നമസ്കരിക്കാൻ പറ്റും എന്നുള്ള ആൾക്കാർക്ക് നമസ്കരിക്കാം, പോയിട്ട് നമസ്കരിക്കാം. ദേവതാഭ്യാഞ്ച ദേവതമാരും പിതൃഭ്യാഞ്ച പിതൃക്കളും മഹായോഗിഭ്യാഞ്ച യോഗികളും വചനേവാചേ സ്വാദ സ്വാഹ അഗ്നിയുടെ ഭാര്യമാരും നിത്യമേവ നമോ നമ അനാദിനോ ദേവാശങ്കുചക്രഗദാധര അക്ഷയ പുണ്ടരീകാക്ഷ പ്രേതമുക്തി പ്രതീത്വ. പ്രേതത്തിന് മുക്തി വരണം എന്ന് സങ്കല്പം ചെയ്ത് മന്ത്രത്തിലോ ക്രിയയിലോ ഭക്തിയില്ലാതെയോ ഏതെങ്കിലും വിധത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് നമ്മളെ സംരക്ഷിക്കണം എന്ന് സങ്കല്പം ചെയ്ത് മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരായ പൂജിതം മയാദേവ പരിപൂർണം തദസ്തുതേ. എഴുന്നേറ്റ് എള്ളും വെള്ളവും കൂട്ടിയെടുത്ത് ഏകസ്മിൻ കുലേജാത അപുത്ര പുത്രന്മാരില്ലാത്ത ആൾക്കാരോ ഗോക്കളോ ഒരു പുരോധകം എന്ന ഈ ക്രിയ ഞാൻ നിർവഹിക്കുന്നു എന്ന് സങ്കല്പം ചെയ്ത് എള്ളും വെള്ളവും കൂട്ടി പിണ്ടത്തിൽ ചുഴറ്റിയൊഴിച്ച് യഥാമാസി യമദൂതോസി വായോസി സപ്തജന്മകൃതം പാപം ബലിമുച്ചന്ത് വായസ. വായുവാണ് നമ്മുടെ മഹാബലം. ആ 9, 10 വായു പ്രാണൻ, അപാനൻ, ധ്യാനൻ, ഉദ്ദാനൻ, ധനഞ്ജൻ, കൃഷ്ണൻ, കൂർമ്മൻ, ഗഗരൻ എന്ന് പറയുന്ന വായുക്കളൊക്കെ പ്രസാദിച്ച് നമ്മൾക്ക് ശരീരത്തിന് ബലം ഉണ്ടാക്കി തരുന്നതിലേക്ക് വേണ്ടി പിതൃക്കളുടെ ഇതുവരെ ചെയ്തിട്ടുള്ള നമ്മൾ ചെയ്തിട്ടുള്ള പാവങ്ങളിൽ നിന്ന് മുക്തി വരണമെന്ന് സങ്കല്പം ചെയ്ത് യഥാമാസി യമദൂതോസി വായോസി മഹാബലം സപ്തജന്മ കൃതംഭാവം ബലിമുച്ചന്ത് വായസ എന്ന് സങ്കല്പം ചെയ്ത് 2 കൈകളും നനച്ച് മുകളിൽ വെച്ച് തട്ടു, കൈ തലമുകളിൽ വെച്ച് തട്ടു. പിണ്ട പിതൃദേവതാഭ്യാം നമോസ്തുതേ ഗോവിന്ദ പുരാണ പുരുഷോത്തമ വ്രതം ശ്രാദ്ധം ഋഷികേശോ രക്ഷന്തു സർവതാം ദിശ. എൻ്റെ പിതൃവിനെ രക്ഷിക്കണം എന്ന് സങ്കല്പം ചെയ്ത് ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ ബുദ്ധിയുടെ സ്വഭാവങ്ങളെ കൊണ്ടോ ഞാൻ ചെയ്തിട്ടുള്ള സർവ്വഭാവങ്ങളിൽ നിന്ന് മുക്തി വരണമെന്ന് സങ്കല്പം ചെയ്യണം. കായേന വാചാം മനസേന്ദ്രിയവാം ബുദ്ധ്യാത്മന വാ പ്രകൃതി സ്വഭാവ കരോമിയസ്മി ശ്രീ നാരായണേരി സമർപ്പയാമി. ഭഗവാൻ നാരായണനിലേക്ക് സമർപ്പിക്കണമെന്ന് സങ്കല്പം ലയിക്കണമെന്ന് സങ്കല്പം ചെയ്ത് തൊഴുതു പ്രാർത്ഥിച്ച് എല്ലാം കൂട്ടി അടയ്ക്കൂ. ബാക്കി ഇരിക്കുന്ന സാധനങ്ങളെല്ലാം കൂട്ടി ശേഷം എല്ലാം കൂട്ടി അടച്ചതിന് ശേഷം ഇലയുടെ തുമ്പ് കീറി ഒരു തുമ്പ് മുകളിലേക്കും ഒരു തുമ്പ് താഴേക്കും വയ്ക്കുക. എല്ലാം കൂട്ടി അടച്ചതിന് ശേഷം ഒരു തുമ്പ് മുകളിലേക്കും ഒരു തുമ്പ് താഴേക്കും വെച്ചതിന് ശേഷം നിമഞ്ജനം ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കരയിൽ 2 പിണ്ടം വെച്ചതിന് ശേഷം 3 പിണ്ടം വെള്ളത്തിലും സമർപ്പിക്കണം. അങ്ങനെ സങ്കല്പം ചെയ്യുന്നത് കൂടുതലും വെള്ളമാണ് ശരീരത്തിലും പ്രപഞ്ചത്തിലും. അതുകൊണ്ട് തന്നെ 2 പിണ്ടം 3 പിണ്ടം വെള്ളത്തിലേക്കും 2 പിണ്ടം കരയിലേക്കും സമർപ്പിച്ച് വടക്കോട്ട് തിരിഞ്ഞിടണം. വടക്കോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്ന ചൂണ്ടുന്ന സ്ഥലമാണ് വടക്കോട്ട് അല്ലെങ്കിൽ ഭാഗം. അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞ് തെക്കോട്ടിടണം. അങ്ങനെ ഇട്ടതിന് ശേഷം മുങ്ങി കഴിച്ചതിന് ശേഷം കഴിയുന്ന ആൾക്കാർ മുങ്ങി കഴിച്ചതിന് ശേഷം പവിത്രം അഴിച്ച് കെട്ടഴിച്ച് കളയണം. എന്നിട്ട് ക്ഷേത്രത്തിലെ ശിലാവനം സായുജ്യം എന്ന 2 ക്രിയകൾ ഇൻക്ലൂഡിംഗ് ആണ്. അത് അവരുടെ കൂടെ പങ്കെടുത്ത് കർമ്മങ്ങളിലൂടെ പങ്കെടുത്തതിന് ശേഷം അതൊരിക്കലും നശിക്കില്ല. ശ്രദ്ധിക്കണം. നമ്മുടെ ഉള്ളിൽ ഒരു നിരീക്ഷകൻ ബോധം. സങ്കല്പം വലത് കൈയുടെ മോതിര വിരലിൽ ധരിക്കണം. പവിത്രം പാവനാശാന പാപങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആയുസ് തേജസ് ബലം സുഖം ഇവയുണ്ടാകുന്നതിനൊക്കെ വേണ്ടിയിട്ട് പിതൃശ്രാദ്ധം പിതൃവിൻ്റെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ഈ കർമ്മത്തിനെ
പവിത്രം ധാരയാമ്യഹം ധരിക്കുന്നു എന്ന് സങ്കല്പം ചെയ്ത് വലത് വലത് ചെവിയിലും വലത് കൈ ഇടത് ചെവിയിലും വെച്ച് കൈ ക്രോസായിട്ട് പിടിച്ച് അസ്മാകം വംശേ മൃതാനാം എൻ്റെ കുടുംബത്തിൽ മരിച്ചു പോയിട്ടുള്ളത് പിതൃത്വം പ്രാപ്താൻ ബലിദാനമഹം ദർശേ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ഈ പിണ്ടബലിദാനം ഞാൻ നിർവഹിക്കുന്നുവെന്ന് സങ്കല്പം ചെയ്ത് ദർഭ എടുത്ത് തുടയിലേക്ക് വയ്ക്കും. ശ്രീമത് മഹാബുദ്ധസ്യ വിഷ്ണുരാജ്ഞോ പ്രവൃത്തമാംസ്യാദ്യബ്രഹ്മണോ സൗര മാനേന പ്രഭവാദി ഷഷ്ടി സംവത്സരാണാം മധ്യേ ക്രോധി നാമസംവത്സരം ബ്രഹ്മണായ പിതൃവംശയാക പിതാവിൻ്റെ വംശത്തിൽ ജനിച്ച് മൃതായേജ മരിച്ചു പോയിട്ടുള്ളത് തഥാ വംശ ഭൂമാമതിയ എൻ്റെ വംശത്തിലും വംശദ്വയെ എൻ്റെ വംശത്തിലും അസ്മിൻ നാമദാസഭൂതാഹ എൻ്റെ ദാസന്മാരായിട്ട് ഭൂതന്മാർ ഉണ്ടായിട്ടുള്ള കൃത്യാഹ കൃത്യന്മാരായിട്ടുള്ള ആൾക്കാർ ആശ്രിതാഹ ആശ്രിതന്മാരായിട്ടുള്ള ആൾക്കാർ സേവകാശ എന്നെ സഹായിച്ചിട്ടുള്ള ആൾക്കാർ മിത്രങ്ങൾ സഖ്യാശ കൂട്ടുകാര് പശു പക്ഷി ഭക്തിലതാദികൾ സ്പരിശാച തിരുവാസങ്ങൾ കിട്ടിയിട്ടുള്ള ആൾക്കാർ ദുഷ്ടാച കണ്ടിട്ടുള്ള ആൾക്കാർ ഉപകാരായ കഴിഞ്ഞ ജന്മത്തിൽ എനിക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുള്ള ആൾക്കാർ മമ സംഗമാശ ഞാനുമായി സംഗമിച്ചിട്ടുള്ള ആൾക്കാർ സ്വാദാപിണ്ഡം ദദാമ്യഹം പിതാവിൻ്റെ വംശത്തിൽ മാതൃവംശേ തദൈവ അങ്ങനെ വന്നു. ഗുരുശിഷ്യബന്ധൂനാം ഗുരുവിൻ്റെയും ഗുരുവിൻ്റെ ഭാര്യയുടെയും ബന്ധുക്കളായി മരിച്ചിട്ടുള്ള ആൾക്കാർ അന്യ ബാന്ധവ അന്യ ബന്ധുക്കളായി മരിച്ചിട്ടുള്ള ആൾക്കാർ മൃഗ കുലി യുദ്ധ ഈ കുലത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ പിന്നെ പുത്രദാന വിവർജിത പുത്രന്മാരില്ലാത്ത ആൾക്കാരുണ്ടെങ്കിലോ ക്രിയാലോ ഹസ്താശേ ഇവർ ജീവിക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ ജാത്തിന്തോ പുങ്കവാസവ രാജാവോ മന്ത്രിമാരോ മരിച്ചുപോയിട്ട് മോക്ഷം കിട്ടാതെ ഉണ്ടെങ്കിലോ നിരൂപ ആമഗർഭാഷ നിരൂപന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലോ ആമഗർഭാഷ അഘോഷനായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലോ ജ്ഞാതാജ്ഞാതവിലെ എൻ്റെ കുലത്തിൽ അറിയാൻ പറ്റും. വീണ്ടും അടുത്ത കണ്ടെടുക്കൂ. അസീപത്ര എന്ന ഘോരവനത്തിൽ ജനിച്ച് മരിച്ച് മോക്ഷം കിട്ടുന്നത് വരെയാണ് അസീപത്രം എന്ന ഘോരവനം. അസീപത്രെ അനേഘൂര് കുംഭീപാകേറ്റ ഗൗരവെ കുംഭീപാകം എന്ന് പറഞ്ഞാൽ പഴുപ്പ് കൊണ്ടുണ്ടാക്കിയ സമുദ്രം ഉണ്ടെന്നാണ്. ആ സമുദ്രത്തിലൂടെ നീന്തി കിടന്ന് വേണം നമ്മൾ പുറത്തോട്ട് പോകാം. നമ്മൾ ഒരു ആരായിരുന്നു ആ അസീപത്രെ അനേഘൂര് കുംഭീപാകേ ഗൗരവെ അതാണ് ഗൗരവം എന്നാണ് ഭാവം. അങ്ങനെയുള്ള ഭാവങ്ങൾ അനുഭവിക്കാൻ കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ മൊത്തത്തിന് വേണ്ടിയിട്ട് ഈ പ്രണയം ഞാൻ ശ്രമിച്ചതോ ഇതം പിണ്ഡം ദദാമ്യഹം ശേഷം ഇനി ബാക്കിയിരിക്കുന്ന പിണ്ഡത്തിൽ മറ്റുള്ള ചോറുണ്ടല്ല ചോറിൽ നിന്ന് മൽപ്പം എടുക്കണം. എടുത്തതിന് ശേഷം പിണ്ഡത്തിൻ്റെ ചുറ്റിലുമായി വിതറിക്കൊണ്ടേയിരിക്കണം. പിണ്ഡാനാം ഉപരിണ്ടാർത്ഥം ശേഷപിണ്ഡം ദദാമ്യഹം. ഇതാൻ പറ്റുന്നില്ലെങ്കിൽ വെള്ളം കൂടി കഴിക്കണം. വെള്ളവും കൂട്ടിയെടുത്ത് വെള്ളവും കൂട്ടിയെടുത്ത് അതീത കുലകോടീനാം കോടിക്കുലങ്ങളുണ്ടെങ്കിൽ സപ്തദൈവ നിവാസീനാം 7 ദേവികളും 7 ഉപദേവികളും ജനിച്ചു മരിച്ചു വീട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലോ തിരോധകം എന്ന ഈ ക്രിയ ഞാൻ നിർവഹിക്കുന്നു. ബ്രഹ്മസ്തം പര്യന്തം ബ്രഹ്മലോകത്തേക്ക് പോകുന്നതിലേക്ക് വേണ്ടിയിട്ട് ദേവന്മാര് ഋഷിമാര് ഒഴിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് വെള്ളമൊക്കെ വച്ചതിന് ശേഷം മാർജയതാം പിതൃപ്രേതനാ ചോദ് പ്രാർത്ഥിച്ചിട്ട് പിതൃപ്രേതങ്ങൾക്ക് ിലേക്ക് സമർപ്പിക്കൂ. വിലേപനാർത്ഥം ഗന്ധം നമഃ ചന്ദനം എടുത്ത് പിണ്ടത്തിലേക്ക് സമർപ്പിക്കൂ. വസ്ത്രാർത്ഥം സൂത്രം നമഃ വസ്ത്രത്തിൽ നിന്നും ഒരു നൂലെടുത്ത് നനച്ച് പിണ്ടത്തിലേക്ക് സമർപ്പിക്കൂ.
ഇങ്ങനെ ഒരു വിശ്വാസം ആൾക്കാരുടെ ഇടയിലുണ്ട്. വസ്ത്രാർത്ഥം സൂത്രം നമ എന്ന് ജനിച്ച് കുണ്ടത്തിലേക്ക് സമർപ്പിക്കുക. എള്ളെടുത്ത് മാല്യാർത്ഥം തിലം നമ മാല എന്നോണം എള്ള് സമർപ്പിക്കുന്നവരുടെ സങ്കല്പം ചെയ്ത് തിലം സമർപ്പിക്കുന്നു. മാല്യാർത്ഥം തിലം നമ. എള്ള് സമർപ്പിക്കുന്നു. ബാക്കിയുള്ള ആൾക്കാർക്കല്ല, ഒരാൾക്കില്ല. സമർപ്പിച്ചതിന് ശേഷം തൊഴുത് പ്രാർത്ഥിച്ച് അത്ര ഗന്ധ ബാക്കിയിരിക്കുന്ന ചോറുണ്ടെങ്കിൽ ചോറെല്ലാം എടുത്ത് പിണ്ടത്തിലേക്ക് തൊഴുത് പ്രാർത്ഥിച്ച് കർപ്പൂര നീരാഞ്ജനാമി ദേവദേവാലോകേവൃന്ദവതാം ഭൂയാതെ വിശ്വമംഗളകാരക വിശ്വത്തിന് സർവമംഗളങ്ങളും ഉണ്ടാവണമെന്ന് സങ്കല്പം പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് നിന്ന് പിണ്ടത്തിന് ചുറ്റുമാണ് കാണേണ്ടത് കേട്ടോ. ജന്മാന്തര പ്രധാനി ഭക്തിയില്ലാതെ പേരിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് നമ്മളെ പിതൃവിനെയും സംരക്ഷിക്കണമെന്ന് സങ്കല്പം ചെയ്ത് മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരായ പൂജിതമായ ദേവ പരിപൂർണം തതസ്തുതേ. പിണ്ടത്തിൽ നിന്ന് ഒരു പൂവെടുത്ത് ശിരസിൽ ചൂടി ഞാൻ നിർവഹിക്കുന്നു. യഥാമാസി മധുദോസി വായോസി മഹാബലം സപ്തജന്മകൃതം ഭാവം ബലിമച്ചന്തുവായസാം. 10 വായുക്കളാണ് നമ്മുടെ ശരീരത്തിലുള്ള. ആ വായുക്കളൊക്കെ യഥോചിതം പ്രസാദിക്കണം. മഹാബലം സപ്തജന്മകൃതം ഭാവം ബലിമച്ചന്തുവായസാം. 7 ജന്മത്തിലേക്കുള്ള സർവ്വഭാഗങ്ങളിൽ നിന്ന് മുക്തി വരണം സങ്കല്പം ചെയ്ത് തൊഴിൽ പ്രാർത്ഥിച്ചിട്ട് 2 കൈകളും നനച്ച് കൈ തലയുടെ മുകളിൽ വെച്ച് തട്ടണം. പിണ്ട പിതൃദേവതാഭ്യാം നമ. നമോ നമസ്തേസ്തു ഗോവിന്ദ. തൊഴുത് നിന്റെ പാദങ്ങളിലേക്ക് ലയിക്കണം എന്ന് സങ്കല്പിച്ച് എല്ലാം കൂട്ടിയെടുത്ത് ബാക്കി എല്ലാം കൂട്ടി പിണ്ടത്തിന്റെ മുകളിൽ വെച്ചടയ്ക്കും. കരയിൽ വെക്കണം. 3 പിണ്ടം വെള്ളത്തിലേക്ക് സമർപ്പിക്കണം. മുങ്ങിയഴിച്ചതിന് ശേഷം മാത്രം പവിത്രം അഴിക്കണം. മുങ്ങിയഴിച്ചതിന് ശേഷം മാത്രം പവിത്രം അഴിക്കണം. ഇലയുടെ തുമ്പ് കരയിൽ കൊണ്ട് കീറി വച്ചതിന് ശേഷം, അതിപ്പോൾ വിട്ടുപോയതാണ്. ഇലയുടെ തുമ്പ് കീറി അവിടെ കരയിൽ 2 പിണ്ടം വെക്കുമ്പോൾ അവിടെ കൊണ്ട് വച്ച് കീറി എടുത്തതിന് ശേഷം മടക്കി വെച്ചതിന് ശേഷം സായുജ്യം എന്ന 2 ക്രിയകൾ ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്നുണ്ട്. ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള ക്രിയകളാണ്. അതും തിലോദനം സായുജ്യം ക്ഷേത്രാങ്കണത്തിൽ നടത്തുമ്പോൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അതിൽ 2ലും പങ്കെടുത്തതിന് ശേഷം പോകാവുന്നതാണ്. പൗർണമിയിലുള്ളതായിരിക്കുന്ന വാവുകളിൽ ചെയ്യുന്ന വാവുബലി നടത്തുന്നതാണ് പാർവണ ശ്രാദ്ധം എന്ന് പറയുന്നത്. ഈ കർമ്മം പുണ്യതീർത്ഥങ്ങളിൽ വെച്ചിട്ടാണ് നടത്താറുള്ളത്. കർമ്മി
പോകാം